ഞാനും കുട്ടൂസനും വൈകിട്ടത്തെ ഒരു ഉറക്കവും വൈകിട്ടെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്കോ ഒരുറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വിശ്രമിച്ചു കൊണ്ട് ഇരിക്കുകയാണേ. ഞങ്ങൾ കുട്ടൂസൻ വഴിയിലോട്ട് നോക്കിയിരിക്കുക. മോള് പോയതിന് ശേഷം അവനിങ്ങനെയാണ് നോക്കിയിരിക്കും ഗേറ്റിനോടോട്ട് ആല് വരുന്നുണ്ടോ എന്നിങ്ങനെ നോക്കിയിരിക്കും. അപ്പം ഞാനും കുട്ടൂസനും കൊണ്ട് കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അവനെ ഞാനിങ്ങനെ തലോടി ഉണ്ടോ വായിക്കോട്ടെയൊക്കെ വിടുന്നത് കണ്ടോ കുട്ടൂസൻ. അപ്പം കുട്ടൂസന് ഉറക്കം ഇങ്ങോട്ട് പോയിട്ടില്ല, എന്നാലും പുള്ളിക്ക് കുറച്ച് നേരമെങ്കിലും ഒരു ഇത് വേണമല്ലോ. അതിനുവേണ്ടി ഞങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ മുറ്റത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ നടക്കുവാണ്. അവൻ്റെ പുറകിന് ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം അവൻ ഗേറ്റിൻ്റെ അവിടോട്ട് ഇങ്ങനെ പോകും. കുറേ നേരം ഇങ്ങനെ മണമൊക്കെ പിടിച്ച് ഗേറ്റിൻ്റെ അവിടോട്ട് പോകുമ്പോൾ അവിടെ ഒരു ബോൾ കിടപ്പുണ്ട്, അതെടുക്കാനാണെന്നും കണ്ട് ഞാൻ നോക്കുമോ. പക്ഷേ അവനിങ്ങനെ നടക്കുമ്പോഴത്തേനും തോണ്ടോ വരുന്നു അവൻ്റെ ഒരു ഇനം. ആണ്ട പുറത്തൊരു ഞാഞ്ഞൂല് പോലൊരു സാധനം കണ്ടോ വന്ന് ഇവനെ പേടിപ്പിക്കുമോ. നോക്ക് കണ്ടോ, ഇവൻ്റെ പാതി പോലും ഇല്ല. അവൻ വില്ലെന്ന് നിൽക്കും. നീ ഗേറ്റിനകത്ത് നിന്നോണ്ട് നീ എന്നെ പേടിപ്പിക്കുന്നോളാന്നും ചോദിച്ച് അവൻ അവിടെ നിന്ന് കുരയ്ക്കുമോ. ഞാൻ ബാക്കി നിന്നിട്ടും അവനൊരു പേടിയില്ല. അവൻ എന്നിട്ട് അത് തന്നെ നോക്കി ഇവനെ അങ്ങ് പേടിപ്പിക്കുക, എന്നിട്ട് ഓടും. അപ്പം ഞാൻ പോടാന്ന് പറഞ്ഞു. എനിക്കൊരു പേടി പോലെ ഗേറ്റിനകത്തോട്ട് കയറത്തില്ല, എന്നാലും ഇടയിൽ കൂടെ കയറും. അപ്പോഴത്തേനും കുഞ്ഞങ്ങ് പേടിച്ച് കുട്ടൂസനങ്ങ് പേടിച്ച് എന്നെ മേളോട് വലിഞ്ഞേറി. പിന്നെയും അവൻ തിരിച്ചു വന്നു കണ്ടോ. അവനൊന്നും ഒരു പേടിയില്ല. പക്ഷേ ഈ കുട്ടൂസിന് ഭയങ്കര പേടിയാണ്. ഇപ്പം കുട്ടൂസിനില്ലേ കൊരയാ കണ്ടോ, കുരച്ച് കാണിക്കുമോ. എന്നാൽ അവൻ അങ്ങോട്ടൊന്ന് പോവും ഇങ്ങോട്ടൊന്ന് വരും, അങ്ങോട്ടൊന്ന് പോവും ഇങ്ങോട്ടൊന്ന്. കുട്ടൂസിന് ആകെപ്പാടെ സട കുടഞ്ഞ് വിഷമിച്ച് ആകെപ്പാടെ അങ്ങ് പേടിച്ച് അറഞ്ഞു പോയി. ഇപ്പം കണ്ടോണം കുട്ടൂസിൻ്റെ ട്രീയുടെ അവിടോട്ട് പോയി കുട്ടൂസൻ കാല് പൊക്കി അങ്ങ് മുള്ളും കണ്ടോ. അവൻ്റെ മൂത്രപ്പുര എവിടെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇവിടോട്ടങ്ങ് മുള്ളും. ഞാൻ പറയും ദൈവമേ അത് ഓണായി കിടക്കുകയാണ്, അവിടെ എർത്തടിച്ച് പോലെ നിൽക്കും. പിന്നെയും കുരയ്ക്കുവാണ്. പിന്നെയും കുറച്ചൊരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും അവൻ പിന്നെയും വരും ഇവരെ പേടിപ്പിക്കാൻ വേണ്ടി. അത്രയ്ക്ക് പേടിച്ച് പറഞ്ഞ അവൻ. ഇവർക്കാണെങ്കിൽ വേറെ ആരെയും അറിയത്തില്ലല്ലോ. ഇങ്ങനെ കാണുമ്പോൾ ഗേറ്റിനകത്ത് കിടന്നുള്ള കുരയും ഇതൊക്കെ ഉള്ളൂ. പിന്നെ പേടിച്ചിങ്ങനെ ഞാൻ പോട്ടെ മോനെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊണ്ടുവന്ന് കിണറ്റിൻ്റെ കരയിൽ വന്ന് നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവോ. അപ്പോഴും അവൻ വരും. അപ്പോഴും അവൻ വന്നേച്ച് പേടിപ്പിക്കുക, ഭയങ്കരമായിട്ട് പേടിപ്പിച്ചിട്ട് അവൻ പോവും. ഇവനാണെങ്കിൽ കണ്ടോ കയറി ഇരിക്കുന്നുണ്ട്, നോക്കി ഇങ്ങനെ ഇരിക്കുക. എന്ത് ചെയ്യാനാന്നും പറഞ്ഞ് നോക്കി ഇങ്ങനെ ഇരിക്കുക. അതാണ് ഇച്ചിരിയേ ഉള്ളൂ, വണ്ണമൊന്നും ഇല്ല. പക്ഷേ അവൻ പിന്നെയും പിന്നെയും വരും. അപ്പോഴത്തേനും ഞാനൊരു കമ്പെടുത്തുകൊണ്ട് ഓടിച്ചപ്പോഴത്തേനും അവൻ ഓടി